ഒരുപാട് സ്വപ്നങ്ങളുമായി അന്യനാടുകളിൽ പഠിക്കാൻ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സ്വന്തം വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ പോവുക എന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണ് പരിചയമില്ലാത്ത ആളുകളും പരിചയമില്ലാത്ത സ്ഥലവും ഭാഷയിലുമൊക്കെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ കർണാടകയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച സംഭവത്തിൽ മാനേജ്മെന്റിനെതിരെ ആരോപണവുമായി ബന്ധുക്കളും സഹപാഠികളും എത്തുകയാണ്. അനാമിക ആത്മഹത്യ ചെയ്ത മാനസിക പീഡനം മൂലമാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ദയാനന്ദ് സാഗർ കോളേജിൽ ഇന്നലെയാണ് അനാമികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ശരിയാണെന്നും ആരോപിച്ച് വേണമെന്ന് കുടുംബം പറയുന്നുണ്ട്. ഇപ്പോൾ ദുരൂഹതയുണ്ടെന്നുള്ള കാര്യം ശരിയായ കാര്യമാണെന്ന് ഇവർ അംഗീകരിക്കുന്നു. പരീക്ഷയിൽ കോപ്പിയടിച്ചെന്ന് ആരോപിച്ച് അനാമികയെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയതിന് വലിയ തുക ഈടാക്കാൻ മാനേജ്മെന്റ് അനാമികയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ആവശ്യം പറഞ്ഞ് നിരന്തരം മാനേജ്മെന്റ് സമ്മർദ്ദത്തിലാക്കിയിരുന്നു. നിരന്തര മാനസിക പീഡനം മൂലമാണ് അനാമിക ആത്മഹത്യ ചെയ്തതെന്ന് ഇവർ പറയുന്നുണ്ട്. കുട്ടിയെ അധികൃതർ ടോർച്ചർ ചെയ്തിരുന്നതായി സഹപാഠികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അനാമിക ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നെന്നും കുട്ടികൾ പറയുന്നുണ്ട്. ഇന്നലെ മരിച്ചിട്ട് മൃതദേഹം അഴിച്ചുമാറ്റിയത് രാവിലെ 11 മണിക്കാണെന്നും ആരോപണമുണ്ട്. ഹോസ്റ്റൽ മുറിയിൽ 2 ആത്മഹത്യാക്കുറിപ്പുകൾ അനാമിക എഴുതി വെച്ചിരുന്നുവെന്ന് സഹപാഠികൾ പറയുന്നു. എന്നാൽ ഇതിലൊന്ന് മാനേജ്മെന്റ് മാറ്റിയെന്നും സഹപാഠികൾ ആരോപിക്കുന്നുണ്ട്. അനാമികയുടെ മരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് കോളേജിൽ നടന്നത്. ഇന്റേണൽ പരീക്ഷയ്ക്കിടെ അനാമികയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കണ്ടെന്നും അത് കോപ്പിയടിക്കാൻ കൊണ്ടുവന്നതാണെന്നും ഡീൻ പറഞ്ഞുവെന്ന് സഹപാഠികൾ ആരോപിക്കുന്നു. ഇതിനെ തുടർന്ന് കോളേജിൽ വരണ്ടെന്ന് അനാമികയോട് പറഞ്ഞെന്നും സഹപാഠികൾ കൂട്ടിച്ചേർത്തു. അതേസമയം ആരോപണങ്ങൾ കോളേജ് അധികൃതർ നിഷേധിക്കുന്നു. താൻ മാനസിക പീഡനം നേരിട്ടിരുന്ന കാര്യം സഹപാഠികളോട് പറയുന്നതിന്റെ ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കരഞ്ഞുകൊണ്ടാണ് സഹപാഠികളോട് പെൺകുട്ടി സംസാരിക്കുന്നത്. അതിനെ തുടർന്ന് തന്നെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും. താൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി അതിലുണ്ട്. ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമില്ല, തലയിൽ കയറുന്നില്ല, സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞു, പേപ്പർ കിട്ടിയിട്ടില്ല, സസ്പെൻഷനിലാണെന്ന് പറയുന്നു, സെമസ്റ്റർ ആകുന്ന ഇടയ്ക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഏജന്റിനോട് പറയുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും വഴി നോക്കണം. ഇവിടെ നിന്നാൽ പാസ്സാകാതെ സപ്ലി അടിച്ചു വിടും. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ഇവിടെ നിൽക്കണമെന്നില്ല, വട്ടാണെന്ന് ചോദിച്ചു. ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയായിരുന്നു അനാമിക സുഹൃത്തുക്കളോട് അവസാനമായി ഫോണിൽ സംഭാഷണത്തിൽ പറഞ്ഞത്. അത്രമാത്രം വേദനിച്ചിട്ടായിരുന്നു അനാമിക നിന്നത്. ആ സമ്മർദ്ദമായിരുന്നു അനാമികയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. വീട്ടുകാരും ഇത്രയും മാനക്കേട് അനുഭവിച്ചു. എല്ലാവരുടെ മുമ്പിലും വളരെയധികം സങ്കടത്തിലായിരുന്നു അനാമിക. ശരിക്കും ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ തന്നെയും അനുഭവിക്കുന്നു എന്നായിരുന്നു പ്രേക്ഷകരും പറഞ്ഞത്. പ്രേക്ഷകർക്കും വളരെയധികം സങ്കടമായിരുന്നു. ഇത് കാണുന്ന ഓരോരുത്തർക്കും സങ്കടമാണ്. അന്യ സ്കൂളിലും അന്യ നാട്ടിലുമൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ അവസ്ഥ ഇതാണ്. ഒരു ചെറിയ തെറ്റിദ്ധാരണ മതി അവരുടെ ജീവിതം ഇല്ലാതാക്കാൻ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.